കടച്ചക്ക ഉപയോഗിച്ചിട്ട് ഇറച്ചിക്കറീൻ്റെ സ്വാദിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടച്ചക്കേൻ്റെ സീസണാണ്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അത്രയും സ്വാദിഷ്ടമാണ് ഈ ഒരു കറി കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കടച്ചക്ക ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കറിയൊന്ന് ഒരു ചെറിയതായിട്ടൊരു കറി ഉണ്ടാവും. അത് നമ്മൾ അരിഞ്ഞ പാട് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കറ വരില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം അരിഞ്ഞൊന്ന് മാറ്റി വെച്ചു, അതുകൊണ്ടാണ് ഈ കളർ, അല്ലാതെ കേടൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്ത കടച്ചക്ക മുഴുവനും ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മൺചട്ടിയിലേക്ക്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിടി അളവിൽ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തത്. നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ വളരെ കുഞ്ഞാണെങ്കിൽ മാത്രം 2 ചേർത്ത് കൊടുത്തോളൂ, അല്ലെങ്കിൽ വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഞാനൊരു 5 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി അളവിൽ നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇതേ രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താലാണ് ഈ ഒരു മസാലക്കറിക്ക് ഞാൻ ഈ പറഞ്ഞൊരു അതേ സ്വാദ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഒന്നും തന്നെ സ്കിപ്പ് ചെയ്ത് നല്ല മസാലയൊക്കെ ഇങ്ങനെ കുഴഞ്ഞ നല്ല അടിപൊളി ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാനുള്ളവർക്കാണ് കുക്കറിൽ വെക്കാം. പിന്നെ അല്ലെങ്കിൽ ചട്ടിയിൽ സമയം എടുത്ത് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചട്ടിയിൽ ചെയ്യാം. ചട്ടിയിൽ ഇതുപോലെ ചെയ്യുന്നതിനാണ് സ്വാദ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലോണം സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും കറിയിലേക്ക് ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2-3 വെളുത്തുള്ളി, 2 ചെറിയുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തേങ്ങയിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തെടുക്കുമ്പോഴാണ് ഈ ഒരു തേങ്ങയുടെ കൂട്ടിന് നല്ലൊരു മണവും നല്ല സ്വാദും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊന്നും ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടികളാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചേർത്ത പോലെ മുഴുവനോടെ തന്നെ മുളക് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൽ ഒരല്പം കൂടി കൂടുതൽ പെരുംജീരകം, അതായത് വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തപ്പോഴേക്കും കറി അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ ഒന്ന് ഇളക്കി നോക്കാം, നമുക്കിത് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഇത് വേവണം. നല്ല മൂത്ത കടച്ചക്കയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു മൂപ്പ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ കൂട്ടൊന്ന് വെളിച്ചെണ്ണയിലേക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു മസാലക്കറിക്ക് അന്നൊരു നാടൻ ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഇനി ആ തേങ്ങയൊക്കെ മുരിഞ്ഞ് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൂത്തൊന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല മണമാണ് കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തപ്പോഴേക്കും ആ മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മുരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു അസാധ്യമായിട്ടുള്ള മണമാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും പെർഫെക്റ്റ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. മുന്നേ ഞാനൊരു ഇതുപോലെ കടച്ചക്കേൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കറിയും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതേ തേങ്ങ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അല്ല ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മുളകിന് പകരം മുളകിന് പകരം വേണമെങ്കിൽ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് പകരം ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഗരം മസാലേൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൗഡർ ഇല്ലാത്തവരാണ്, ഗരം മസാലപ്പൊടി വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പിന്നെ വറക്കാൻ തുടങ്ങുന്ന ടൈമിൽ ഓളായിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഇനി ഒന്ന് തണുക്കണം അരയ്ക്കണമെങ്കിൽ. അപ്പോഴേക്കും ഇതേ നമ്മുടെ കഷ്ണം അത് കണ്ടോ, ഇതുപോലെ വെന്ത് കിട്ടണം കേട്ടോ കഷ്ണം. എന്നാൽ വെന്തുടഞ്ഞങ്ങ് പോകാൻ പാടില്ല, ഇതുപോലെ വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ കഷ്ണമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ഇത് തേങ്ങ ഞാൻ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്, അങ്ങനെയാകുമ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് നമ്മളെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും
ഈ ഒരു തേങ്ങയുടെ കൂട്ട്. നല്ല മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മണം കേട്ടോ, വെറുതെ പറയുന്നതല്ലേ. ഇപ്പോൾ കടച്ചക്കേൻ്റെ സീസണാണ്, ധാരാളം കടച്ചക്ക മാർക്കറ്റിൽ. ഇനിയിപ്പോൾ വീടുകളിലുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കടച്ചക്കേൻ്റെയൊക്കെ വേറെയും റെസിപ്പികൾ ഞാൻ പിന്നെ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളാണ്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതേ കടച്ചക്കയിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. കറി ഒന്ന് നല്ല രീതിയിലൊന്ന്, ഒരുപാട് തിളയ്ക്കണ്ട, ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്തതിന് ശേഷമാണല്ലോ നമ്മൾ ചേർത്തിട്ടുള്ളത്. തേങ്ങയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ചേർത്ത്, അതുകൊണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് ഇങ്ങനെയൊന്ന് ആയി വരുമ്പോഴേക്കും, ഒന്ന് അത്യാവശ്യം നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നമ്മളിതിലേക്കൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ താളിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് കടുക്, ചെറിയുള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു താളിപ്പും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ പൂർണ്ണമായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നാടൻ വീഡിയോസ്, നാടൻ കറികളുടെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. പിന്നെ നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.